മക്കളെ നമ്മുടെ 5ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും ഇപ്പോൾ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞ് എക്സാം പേപ്പേഴ്സ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ ക്രിസ്മസ് എക്സാം? എല്ലാവർക്കും നല്ല മാർക്കൊക്കെ കിട്ടിയോ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും, കുറച്ച് പേർക്ക് വിചാരിച്ച മാർക്ക് കിട്ടാതെ പോയവരുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ വിചാരിച്ച മാർക്ക് കിട്ടിയില്ല എന്ന് ആലോചിച്ചിട്ട് അയ്യോ മിസ് എനിക്ക് പഠിക്കാനുള്ള കഴിവൊന്നും ഇല്ല എന്നുള്ളതൊന്നും ആലോചിക്കേണ്ട. അങ്ങനെയുള്ള ചിന്തകളൊന്നും എൻ്റെ കുട്ടികൾക്ക് വേണ്ട. ഓക്കെ, കാരണം എന്താ, ഇപ്പം നമുക്ക് കിട്ടിയ മാർക്കിനേക്കാളും നമ്മൾ ഒന്നും കൂടെ നന്നായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് തോന്നിയതല്ലേ? ഇപ്പം നമുക്ക് കുറച്ച് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ചിലപ്പോൾ അത് നല്ല മാർക്കായിരിക്കില്ല, കുറച്ച് ചീത്ത മാർക്കായിരിക്കും, നമ്മൾ വിചാരിച്ച മാർക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പരീക്ഷയുടെ തലേ ദിവസം നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടല്ലേ നമുക്ക് ഇത്ര മാർക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് മുന്നേ തന്നെ നമ്മൾ കംപ്ലീറ്റ് പഠിച്ച് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫുൾ മാർക്ക് തന്നെ കിട്ടിയെന്നില്ലേ? അത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ നമ്മളെപ്പോഴും പരീക്ഷയുടെ തലേ ദിവസം ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കും അല്ലേ? എന്നിട്ട് പരീക്ഷയുടെ തലേ ദിവസം ആകുമ്പോഴോ ടെൻഷനാണ്, കുറേ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മൊത്തത്തിൽ ഒരു അവിയൽ പരിവാക്കിയിട്ടായിരിക്കും നമ്മൾ എക്സാമിന് പോകുക അല്ലേ? ലാസ്റ്റ് എക്സാം ഹാളിൽ എത്തുമ്പോൾ നമുക്കൊന്നും ഓർമ്മയുണ്ടാവില്ല തന്നെ അല്ലേ? അപ്പോൾ ഇനി അങ്ങനൊരു അവസ്ഥ ഇനി ഉണ്ടാവരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനി ഫൈനൽ എക്സാം ആണ്, ഫൈനലായിട്ടുള്ള നമ്മുടെ പബ്ലിക് എക്സാം ആണ് ഇതേ നമ്മുടെ മുന്നിലേക്ക് ഇനിയുള്ളത്. അപ്പോൾ ഇത്തവണ നമ്മുടെ ഓണം എക്സാമിന് ക്രിസ്മസ് എക്സാമിനൊക്കെ നമ്മൾ ചെയ്ത ആ ഒരു മിസ്റ്റേക്ക് നമുക്ക് ഇനി വേണ്ട അല്ലേ? അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? ഇത്തവണ നമ്മുടെ ഫൈനൽ എക്സാം ആകുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഫുൾ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു തീർക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ 5ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു റിവിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റിവിഷൻ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ മിസ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ആലോചിക്കില്ലേ, മിസ് ഞാൻ ഈ ഒരു റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ് ഇപ്പോൾ കിട്ടാനായിട്ട് പോകുന്നത് എന്നുള്ളത് എൻ്റെ കുട്ടികൾക്ക് അറിയണ്ടേ? യെസ്, അത് മിസ് പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ കുട്ടികൾ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ്, അതായത് ഇത്തവണ നമ്മുടെ ഫൈനൽ എക്സാം നമുക്കറിയാം ബേസിക് സയൻസ് മാത്സ് ഒക്കെ എന്ന് പറയുമ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് അല്ലേ? അതിലാണ് നമുക്ക് എപ്പോഴും മാർക്ക് കുറയാനായിട്ടുള്ള ഒരു ചാൻസസ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചാപ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഫുൾ കംപ്ലീറ്റ് സെറ്റാക്കി തരും. പിന്നെ അത് മാത്രമല്ല നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സുകൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എങ്ങനെയൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതൊക്കെ നമുക്ക് അറിയണമല്ലേ? ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മുടെ റിവിഷൻ ക്ലാസ് ഉണ്ടായിരിക്കുക. പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഏത് രീതിക്കാണ് പഠിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം എത്ര ചാപ്റ്റേഴ്സ് പഠിക്കണം, അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കില്ലേ അല്ലേ? അപ്പോൾ അങ്ങനെ എക്സാം ആകുന്നതിന് കുറച്ച് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്ത് തീർക്കും, ഫുൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചങ്ങ് തീർക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ റിവിഷൻ ബാച്ച് എന്ന് പറയുന്നത്. റിവിഷൻ ബാച്ചിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് മിസ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് 5ാം ക്ലാസ്സിലെ റിവിഷൻ ബാച്ച് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിൽ നോക്കി കഴിഞ്ഞാൽ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഫുൾ സിലബസ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് റിവിഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നോക്കി കഴിഞ്ഞാൽ PDF ആയിട്ട് ക്ലാസ്സിൻ്റെ നോട്ടുകൾ നിങ്ങൾക്ക്, അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഈ ഒരു, പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞുതരും. പിന്നെ മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ജാനുവരി 10th മുന്നേ ആയിട്ട് ജോയിൻ ചെയ്യുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മുടെ 6ാം ക്ലാസ്സിലേക്ക്, ഇപ്പം നിങ്ങൾ 5ാം ക്ലാസ്സിലെ മക്കളല്ലേ, ഇതിപ്പോൾ കഴിയുമല്ലോ, മാർച്ച് കഴിഞ്ഞാൽ കഴിയും. അപ്പോൾ നിങ്ങൾ പിന്നെ എന്താ ചെയ്യാണ്, പിന്നെ നിങ്ങൾ 6ാം ക്ലാസ്സിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 6ാം ക്ലാസ്സിലേക്ക് നമുക്ക് അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സാമിനർ ഫാമിലിയുടെ കൂടെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് മിസ് ഇപ്പം തന്നെ പറയുന്നതിൻ്റെ കാര്യം, ഇപ്പം അഡ്മിഷൻ എടുക്കേണ്ട കാര്യം നിങ്ങൾ ആലോചിക്കില്ലേ? 6ാം ക്ലാസ് ആകുമ്പോൾ എടുത്താൽ പോരെ മിസ്സേ അഡ്മിഷൻ? പക്ഷേ അതിലൊരു പ്രത്യേകതയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ 6ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, 6ാം ക്ലാസ്സിലെ നമ്മുടെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ 5ാം ക്ലാസ്സിൻ്റെ ആ ഒരു റിവിഷൻ ബാച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഫ്രീ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ 6ാം ക്ലാസ്, അപ്പോൾ നമുക്ക് രണ്ടുണ്ട് ഗുണം, 5ാം ക്ലാസ് സെറ്റായി 6ാം ക്ലാസ്സും സെറ്റായി. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി 6ാം ക്ലാസ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6ാം ക്ലാസ്സിൽ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് ഞങ്ങൾക്ക് 6ാം ക്ലാസ്സിൽ ഇപ്പോൾ എന്താ കിട്ടാൻ പോകുന്നത് മിസ്സേ, അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഫുൾ സിലബസിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് കിട്ടും. ബേസിക് സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ്, മലയാളം 1, മലയാളം 2, ഇംഗ്ലീഷ്, ഹിന്ദി, ഈ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ഫുൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്ലാസ്സസ് എൻ്റെ കുട്ടികൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ട് കിട്ടുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതാകുമ്പോൾ നമുക്ക് സ്പീഡിൽ വേണമെങ്കിൽ കാണാം, വേണമെങ്കിൽ കുറച്ചും കൂടി സ്ലോ മോഷനിൽ കാണാം. അപ്പോൾ എങ്ങനെയാണ്, അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അയ്യോ എനിക്ക് ആ ഭാഗം ഓർമ്മയില്ല, അപ്പോൾ ഒന്നുകൂടെ എടുത്ത് കാണാൻ തോന്നുകയാണെങ്കിൽ ഒന്നുകൂടെ എടുത്ത് കാണാം. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാണാനായിട്ട് സാധിക്കും. ഡീറ്റെയിൽ ആയിട്ടുള്ള
ക്ലാസ് നോട്ട്സുകൾ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ് ഓരോ ചാപ്റ്റർ കഴിയുന്ന സമയത്ത് എക്സാംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ആഗ്രഹമുള്ള എല്ലാവർക്കും നമ്മുടെ എക്സാമിനർ ഫാമിലിയുടെ കൂടെ ഈ ഒരു വർഷം കൂടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾവേസ് വെൽക്കം ചെയ്യുന്നു നമ്മൾ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനം എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് 5ാം ക്ലാസ്സിൻ്റെ റിവിഷൻ ബാച്ച് മാത്രമാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അഥവാ 6ാം ക്ലാസ്സിൻ്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് 5ാം ക്ലാസ് ഫ്രീ ആയിട്ട് കിട്ടുമെന്നാണെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ വേണമെന്നാണെങ്കിൽ അങ്ങനെയായാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, റെഡി ആണല്ലോ. 5ാം ക്ലാസ്സിൻ്റെ റിവിഷൻ ബാച്ച് മാത്രമാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 999 ആണ് അതിൻ്റെ ഫീസ് വരുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് ഈ ഒരു 6ാം ക്ലാസ്സിൻ്റെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു 6ാം ക്ലാസ്സിൻ്റെ ഫീസ് ഇവിടെ മിസ് കൊടുത്തിട്ടുണ്ട് 2999 ആണ്. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ മിസ് ഓപ്ഷൻ പറഞ്ഞു തന്നാണ്, ഇനി എല്ലാം നിങ്ങളുടെ തീരുമാനങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും all the very best.